നമസ്കാരം, അനന്തപുരി ബ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ രണ്ട് വാക്ക് പറയാനാണ് വന്നത്. അതിനു മുമ്പ് നിങ്ങളെ കാണിക്കാൻ പ്രധാനപ്പെട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് കിട്ടിയ ഇന്നലെ തന്നെ അറിയാലോ, നെയ്യാറ്റിൻകര കോടതിയിലെ ഒരു വിധി പ്രസ്താവന ഉണ്ടായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു നാടിനെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയുടെ ഷാരോൺ കൊലപാതകത്തിന്റെ കേസിന്റെ വിധിയാണ് നടന്നത്. ആ വിധിയായിട്ട് സംബന്ധിച്ച് തൊട്ടടുത്തുള്ള നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് രണ്ട് വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ശരിക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന തന്നെ ഈ നാളെ എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നേരം വെളുക്കുമ്പോൾ ഷാരോൺ വധക്കേസിന്റെ വിധി പ്രസ്താവന എന്തായിരിക്കും എന്നൊരു ഉറ്റുനോക്കി തന്നെയാണ് നാട്ടുകാരും നമ്മുടെ ശരിക്കും ഇന്ത്യക്ക് അകത്തുള്ള എല്ലാ ആൾക്കാരും അറിഞ്ഞ് നാടിനെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ്. 3-4 മാസം കൊണ്ട് വിഷം കൊടുത്ത് ആ വിഷം കൊടുപ്പിച്ച് കുറേശ്ശെ കൊന്നുകൊണ്ടിരുന്ന അല്ലേ, അതിന്റെ അവസാന ഭാഗത്ത് കഷായം തന്നെ വിഷം കലക്കി തീർത്തും ഇല്ലാതാക്കി കളഞ്ഞ ഒരു കൊടും കുറ്റവാളിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ആ കഥ എന്നെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടമായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയത്. കോടതി വിളപ്പിൽ ശക്തമായ പോലീസ്, അതുമാത്രമല്ല ഈ വിധി കേൾക്കാൻ വേണ്ടി പല സ്ഥലത്തു നിന്നും, പല ദിശയിൽ നിന്നും, പല ജില്ലയിൽ നിന്ന് വരെ ശരിക്കും ഇന്നലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ ജിഷയെ വിധി കേൾക്കാൻ വേണ്ടിയായിരുന്നു. അതിൽ കൊലക്കയറ് തന്നെ കിട്ടി ജിഷയ്ക്ക്. അമ്മാവന് 3 വർഷം തടവും കിട്ടിയിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും സന്തോഷമാണ്. കാരണം ഈ വിധി വന്നുടനെ തന്നെ പിന്നെ ഷാരോണിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വിധി കേട്ടാലും ജിഷയ്ക്ക് യാതൊരുവിധ കൂസലുമില്ലാതെയിരുന്നു കാര്യങ്ങൾ ചെയ്തത്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു പേടിയോ ഒരു ഭയവും ഇല്ലാതെ തന്നെ നിന്നിരുന്ന ഒരു അഹങ്കാരിയാണ് ഒരാളാണ്. അതുമാത്രമല്ല ഒരു സമയത്ത് ഒരു നാടിനെ ഞെട്ടിപ്പിച്ച വാർത്തയായിരുന്നു. ആ ഒരു ചെറുപ്പക്കാരനെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയ ഈ കുട്ടിയെ ഈ ശിക്ഷയ്ക്ക് തന്നെ അർഹതാണ്. പിന്നെ രണ്ടാമത് ഈ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മുടെ വിനീത് കുമാർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെ നമ്മൾ പ്രത്യേക ഒരു സല്യൂട്ട് തന്നെ കൊടുത്തേ പറ്റുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമുക്ക് ആ നാട്ടുകാർ പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് പോകാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും നിങ്ങളുടെ കമന്റും രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, നമസ്കാരം. 1000 നന്ദിയുണ്ട്. ഇന്ന് ഞാൻ ഒരു ജോലിക്ക് പോലും പോകാതെ ഞാൻ ഈ ഷാരോൺ വധക്കേസിന്റെ വിധി അറിയുന്നതിന് വേണ്ടിയാണ് വന്നത്. കഴിഞ്ഞ വിചാരണയ്ക്ക് ഞാൻ വന്നു. കഴിഞ്ഞ വിചാരണയ്ക്ക് പ്രതിഭാഗം പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പഠിക്കണം, അവൾ വിദ്യാഭ്യാസമുള്ള ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്, കൂടുതൽ പഠിക്കാൻ വേണ്ടി മാനസാന്തരപ്പെട്ടുകൊണ്ട് എനിക്കൊരു സമയം അനുവദിച്ച് തരണം, ഇളം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കേസ് മാറ്റി വെച്ച് ഇന്നത്തേക്ക് വെച്ചു. ഞാൻ ഈ കേസിൻ്റെ വിധി അറിയാൻ വേണ്ടിയാണ് ഈ നെയ്യാറ്റിൻകര കോടതിയിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ വിധി 100% ശരിയാണ്. കേരള പോലീസിൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും പരിശ്രമ ഫലമായിട്ടാണ് ഈ കേസ് ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയത്. എന്നാൽ കോടതി വിധി വളരെ പൂർണ്ണമായി തൃപ്തികരവുമായിരുന്നു. വധശിക്ഷയിൽ കൂടുതൽ മറ്റൊരു ശിക്ഷയും ഈ സ്ത്രീക്ക് അനുവദിക്കാൻ പാടില്ലായിരുന്നു. 100% ശരിയാണ്. ഇനി ഇതുപോലുള്ള ഒരു അനുഭവം ഒരു ആൺകുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. എനിക്കും 2 ആൺകുട്ടികളുള്ളതാണ്. ഞാൻ 2 പിള്ളേരെയും കല്യാണം കഴിച്ച് എനിക്കൊരു മോളുണ്ട്. എൻ്റെ മോളും വിവാഹിതരായി 3 കുടുംബമായി ജീവിക്കുന്നു. എന്നാൽ ഞാനൊരു അമ്മ എന്നുള്ള ആ ഒരു വിഷമത്താൽ ഞാൻ ഇന്ന് ഇത് വന്നതാണ്, ഇതിൻ്റെ വിധി അറിയാൻ വേണ്ടി.